അങ്ങനെ ഫൈനലി ആറാട്ടുപുഴയിൽ എത്തിയിട്ടുണ്ട്. ആറാട്ടുപുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആറാട്ടുപുഴ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളും ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ കാഴ്ചകളും അതുപോലെ പൂരക്കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് എൻ്റെ ഈ വ്ളോഗ് മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മളിപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു ഉച്ച സമയമായിട്ടുണ്ട്, 1 മണി 1:15 സമയം. ഇവിടെ ഈ നമ്മൾ കാണുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് ആക്ച്വലി പാടം. അപ്പോൾ ഇത് വലിയ പാടമായിരുന്നു. ഇപ്പോൾ വീടൊക്കെ വന്ന് അതിൻ്റെ വലിപ്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും പാടമാണ്. ഇവിടെയാണ് ആറാട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആറാട്ടല്ല, വരവ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് ദൂരെ കാണാം അവിടെ ഒരു കവാടം. അത് രാത്രിയാകുമ്പോൾ കത്തിക്കും. പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ കച്ചവടക്കാരെയും കാര്യങ്ങളൊക്കെ വന്ന് അമ്പടിച്ച് പരിപാടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വൈകുന്നേരം ഒരു സന്ധ്യാസമയം 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ വരവ് ഒക്കെ വന്നു തുടങ്ങും. അപ്പോൾ ശ്രീധർമ്മശാസ്താവ് ഇവിടുത്തെ ശാസ്താവാണ്. ഈ ഉത്സവത്തിന് വേണ്ട ആളുകളെയെല്ലാം, അതായത് എല്ലാ ദേവീദേവന്മാരും അമ്പലത്തിൽ ചെന്ന് ആന 104 കിലോമീറ്ററോളം നടന്നു പോയി ഇൻവൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ട് ഉപദേവതകളെല്ലാവരും കണ്ട് ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ ആറാട്ടുപുഴ പൂരത്തിന് എത്തും. അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ദേവസംഘമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കണ്ടുകൊണ്ട് ഈ ഉത്സവ പറമ്പിലൂടെ നമുക്കിങ്ങനെ നടക്കാം. അപ്പോൾ ഈ കാണുന്നത് രാത്രിയാകുമ്പോൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് കത്തിക്കും. പിന്നെ അപ്പുറത്ത് നമുക്ക് ജൈൻ വീലൊക്കെ കാണുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഒന്ന് പോയി നോക്കാം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. അതായത് ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ആനച്ചമയങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വൈകുന്നേരത്തേക്കുള്ള കുട, ആനവട്ടം, വെഞ്ചാമരം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്, ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് കാര്യങ്ങൾ അവിടെ. ഇതിന് വൈകുന്നേരം ഈ തൃശ്ശൂരിലുള്ള പൂരപ്രേമികളും ആനപ്രേമികളും അതുപോലെ മേളപ്രേമികളും ഭക്തരും എല്ലാവരും വന്ന് അടിപൊളിയായിരിക്കും. കയറി കണ്ടിട്ട് തന്നെ ഒരു വില്ലൂന്നി തറ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതെന്താണെന്ന് എനിക്കറിയില്ല. വടം, കാലിൽ കെട്ടുന്ന ആനയുടെ വടം കാര്യങ്ങളൊക്കെ. വടവും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാണ്. കുട, എല്ലാ ദേവീദേവന്മാരുടെയും കുടകൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കുറേയൊക്കെ മടക്കി വെച്ചേക്കാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ട്. വരുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റുകളിലും റൈറ്റ് സൈഡിലും ചുവർ ചിത്രങ്ങൾ കാണാം. അപ്പോൾ അതിലുള്ള വർക്ക്, പിന്നെ അതിൻ്റെ മുഖപ്പിലും കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
വന്നത് ശീവേലി സമയത്താണ്. അതായത് ഈ പെരുവനം മഹാദേവ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടാണ് ഈ ആറാട്ടുപുഴ ഊരും വരുന്നത്. ഇതിന് ചുറ്റുഭാഗത്തുള്ള ദേവീദേവന്മാരെല്ലാം ഇതിന് അനുബന്ധിച്ചിട്ട് ഇവിടെ വരും. അതായത് ദേവസംഗമം എന്നാണ് അത് അറിയപ്പെടുന്നത്. 30 മുക്കോടി ദൈവങ്ങളും ഇവിടെ നിന്ന് വരുന്നുള്ളതാണ് ഐതിഹ്യം. നമ്മൾ കറക്റ്റ് ശീവേലി സമയത്താണ് വന്നത്. നമ്മൾ വന്ന സമയത്ത് തന്നെ അയ്യപ്പൻ പുറത്ത് ഇറങ്ങിയത്. പിന്നെ മന്ദാരക്കടവ് നമ്മൾ പോയി കണ്ടിട്ടുണ്ട്. അതായത് ഭഗവാൻ ആറാടുന്ന കടവ്. അതായത് ഈ ഉത്സവം തൃപ്രയാർ ശ്രീരാമൻ എൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. നേതൃത്വത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ മന്ദാരക്കടവ് എന്ന് പറഞ്ഞ കടവ് അത്യാവശ്യം വലിയ കടവാട്ടും. നല്ല വലിപ്പം, നല്ല വലിപ്പം. പുഴയാണത്. ഈ പുഴയ്ക്കാണ് മന്ദാരക്കടവ് എന്ന് പറയുന്നത്. ദേവസ്വത്തിൻ്റെ കെട്ടിടമാണ് നേരെ കാണുന്നത്. അവിടെയാണ് ഇവിടെ വരുന്നവർക്കൊക്കെയുള്ള താമസം, കാര്യങ്ങൾ, ഓഫീസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ഷേത്ര കാഴ്ചകൾ. ഇനി നമുക്ക് കാണാനുള്ളത് ഉത്സവ കാഴ്ചകളാണ്.